തിരുവനന്തപുരം കൈതമുക്കിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന്. പ്രതികൾ കാറിലെത്തുന്നതും വിശാഖിനെ തുടർച്ചയായി വെട്ടുന്നതുമെല്ലാം ദൃശ്യങ്ങളിലുണ്ട്. വിവരങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ. അമൽ, പട്ടാപ്പകൽ തിരുവനന്തപുരത്തെ തിരക്കേറിയ ഒരു റോഡ്, നിറയെ വാഹനങ്ങൾ, ആളുകൾ കടന്നു പോകുന്ന വഴി, അവിടെയാണ് ഇത്ര ക്രൂരമായ ഒരു കൊലപാതകം നടന്നിരുന്നത്. ഈ പ്രതികൾ ഇയാളെ കൊല്ലാൻ ലക്ഷ്യമിട്ട് തന്നെ വന്നു എന്നല്ലേ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ ഇങ്ങനെ ആവർത്തിച്ചുള്ള വെട്ടലൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്? ശ്രീജ, കരുതിക്കൂട്ടിയുള്ള കൊലപാതകം എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ കൊലപാതകം നടന്നത് സ്ഥലത്ത് എത്തിയപ്പോൾ തന്നെ നമുക്കത് എത്രത്തോളം ക്രൂരമായൊരു കൊലപാതകമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. ഒരു പ്രദേശം നിറയെ ചോരയായിരുന്നു. മാത്രമല്ല ശരീരമാകെ വെട്ടി കഷ്ണങ്ങളാക്കുന്നത് അത്തരത്തിലുള്ള ആക്രമണം നടന്നത്. കൈയുടെ അസ്ഥിയടക്കം പുറത്തു വന്നിരിക്കുന്നത്, മൃതദേഹത്തിൽ നിന്നും അസ്ഥിയടക്കം പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കരുതിക്കൂട്ടിയുള്ള കൊലപാതകമെന്ന് പോലീസ് ഉറപ്പിച്ച് പറയുകയാണ്. കാരണം നേരത്തെ തന്നെ ഉള്ള മുന്നൊരുക്കങ്ങൾ ഉണ്ടായിരുന്നു. തലേ ദിവസം തന്നെ 4 കത്തികൾ വാങ്ങിവെച്ചു. അതോടൊപ്പം തന്നെ മദ്യമടക്കമുള്ള മുൻകൂട്ടി വാങ്ങിവെച്ച് ഈ വിശാഖ അവിടേക്ക് എത്തുന്നത് കാത്ത് പ്രതികൾ ആ പ്രദേശത്തുണ്ടായിരുന്നു. വീടിന്റെ പരിസരത്തേക്ക് വിശാഖ എത്തിയപ്പോൾ വാഹനത്തിൽ അവിടേക്ക് എത്തുന്നതും വാഹനത്തിൽ നിന്നും ചാടി ഇറങ്ങി തുരുതുര വിശാഖിനെ വെട്ടുന്നതുമാണ് കാണുന്നത്. വിശാഖിനെ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനുള്ള സമയം പോലും കിട്ടുന്നില്ല. വീടിന് നേരെ മുൻവശത്താണ് വിശാഖ് കൊല്ലപ്പെടുന്നത്. ആ ഗേറ്റിനോട് ചേർന്നുള്ള സ്ഥലത്ത് വെച്ച് വിശാഖിനെ തുടർച്ചയായി വെട്ടുന്നു. ഗേറ്റിന്റെ അകത്തേക്ക് പോകാനൊരു ശ്രമം വിശാഖിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടെങ്കിൽ കൂടി അകത്തേക്ക് പോകാൻ കഴിയുന്നില്ല. അപ്പോഴേക്കും വിശാഖ് നിലത്ത് വീഴുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു കാറിന് പിന്നിലായാണ് ഈ ദൃശ്യങ്ങൾ. തൊട്ടടുത്തുള്ള ഒരു വീട്ടിലെയാണ്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അതിന് മുന്നിലായി വിശാഖ് വീഴുന്നതിന് തൊട്ട് മുൻപായി ഒരു കാറ് കിടക്കുന്നുണ്ട്. അതിനാൽ നിലത്തേക്ക് വീണതിന് ശേഷമുള്ള ദൃശ്യങ്ങൾ അത്ര വ്യക്തമല്ല. ആ നിലത്ത് കിടക്കുമ്പോൾ വിശാഖിനെ വെട്ടുന്നുണ്ട്. അതിനുശേഷമാണ് പ്രതികൾ അവിടെ നിന്നും ആ വാഹനത്തിൽ നേരെ മുന്നിലൂടെയുള്ള വഴിയിലൂടെ കടന്നു പോകുന്നത്. അതും കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും CCTV ദൃശ്യം അവിടെ പോലീസിന്റെ CCTV ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ കൂടി അത് പ്രവർത്തനരഹിതമായിരുന്നു. ഇതിപ്പോൾ തൊട്ടടുത്തുള്ള ഒരു വീട്ടിലെ CCTV ദൃശ്യമാണ് ലഭിച്ചിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ, പോലീസിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ദൃശ്യങ്ങളിലൊന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ നേരത്തെ ഇന്നലെ ആദ്യം വന്ന വിവരം എന്ന് പറയുന്നത് പ്രദീപ് ഒരാളെ കൊലപ്പെടുത്തി എന്നുള്ളതായിരുന്നു. പക്ഷേ പ്രദീപ് മാത്രമല്ല, ഒപ്പമുണ്ടായിരുന്ന 4 ആളുകളും ആക്രമിക്കാനായി പുറത്തേക്ക് ഇറങ്ങുന്നതും ആക്രമണം നടത്തുന്നതും നമുക്ക് ഈ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പോലീസ് ഇപ്പോൾ അല്പം മുമ്പ് ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ ശംഖുമുഖം ACP അലക്സാണ്ടർ തങ്കച്ചൻ കാര്യങ്ങൾ കൃത്യമായി തന്നെ പറഞ്ഞു. 4 പ്രതികൾക്കും കൃത്യമായ മുൻകാലത്ത് നിരവധി കേസുകളിലും മറ്റും പ്രതിയായ പശ്ചാത്തലമുള്ള, ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ്. 1-ാം പ്രതിയായ പ്രദീപ് 7 കേസുകളിൽ പ്രതിയാണ്. പക്ഷേ കഴിഞ്ഞ കുറേ കാലമായി ഇന്നാക്റ്റീവ് ആയിരുന്നു. ആ വാക്കാണ് പോലീസ് ഉപയോഗിച്ചത്. കഴിഞ്ഞ കുറേ കാലമായി പ്രശ്നങ്ങളില്ലാതിരിക്കുകയായിരുന്നു. പക്ഷേ അതിനു മുൻപ് നിരവധി കേസുകളിൽ പ്രതിയായി ജയിലിലടക്കം പോയിട്ടുള്ള ആളാണ്. അതോടൊപ്പം 2-ാം പ്രതിയായ വിനീതിന് 2 കേസുകളുണ്ട്. അതിലൊരു കേസ് കൊലപാതക കേസാണ്. 3-ാം പ്രതിയായ റാസിമ് 5 കേസുകളിൽ പ്രതിയാണ്. 4-ാം പ്രതിയായ പ്രദീപ് എന്ന് പറയുന്നയാൾ, ശിവപ്രസാദ് എന്ന് പറയുന്നയാൾ 12 കേസുകളിൽ പ്രതിയാണ്. അങ്ങനെ എല്ലാവർക്കും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ്. ഇവർ മുൻകൂട്ടി തീരുമാനിച്ച് ഒരു കൊലപാതകം നടത്തി എന്നുള്ളത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതിനെ സാധൂകരിക്കുന്ന തെളിവാണ് CCTV ദൃശ്യങ്ങളായി ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ശ്രീജ, ശരി. നടുക്കുന്ന ദൃശ്യങ്ങളാണ്. പട്ടാപ്പകൽ തിരുവനന്തപുരത്തെ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയുള്ള കൈതമുക്ക് എന്ന് പറയുന്ന സ്ഥലം വളരെ തിരക്കേറിയ ഒരു പ്രദേശമാണ്. അവിടെ ആളുകൾ കടന്നു പോകുന്ന ഒരു വഴിയിലാണ് വളരെ കൃത്യമായ ആസൂത്രണത്തോടെ എത്തി കൊല്ലാൻ തന്നെ ലക്ഷ്യമിട്ട് ഇത്തരത്തിലുള്ളൊരു ആക്രമണം നടത്തുന്നത്. ഈ അന്വേഷണത്തിൽ പോലീസിന് വളരെ പോലീസിനെ സഹായിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതാണ് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടത്.